അച്ചായോ മഴ പെയ്യുമെന്നെ വെള്ളം ഒഴിക്കണ്ട. ഇന്ന് താ നല്ലപോലെ മഴ പെയ്യും. ഇന്നലെ താൻ പറഞ്ഞു മഴ പെയ്യും. അവസാനം എന്ത് പറ്റി? ഞാൻ വെള്ളം ഒഴിച്ചില്ല, മഴയും പെയ്തില്ല. പിന്നെ ഇന്നത്തെ ദിവസം ഓർമ്മയുണ്ടോ? ഞാനത് മറക്കൂ? താനേ എന്റെ പെടലേക്ക് കയറി എന്റെ 10ാമത് വാർഷികം ഇല്ലയോ? അത് ഞാൻ മറക്കുവോ? ഓർമ്മയുണ്ടല്ലേ? എടോ, എന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു അത്യാഹിതവും ഞാൻ മറക്കത്തില്ല. അച്ചായോ വിവാഹ വാർഷികമായിട്ട് എനിക്ക് എന്തുവാ മേടിച്ചിരുന്ന? നമ്മള് വൈകുന്നേരം ഹോട്ടലിൽ പോകുന്നു, ഭക്ഷണം കഴിക്കുന്നു, സിനിമയും കാണുന്നു പോലെ. പിന്നെ എനിക്ക് ഒരു പട്ട് സാരി വാങ്ങിച്ചു. എത്ര നാളായി ഒരു സാരി വാങ്ങിച്ചിട്ട്? ഒരു പട്ട് സാരി. എടോ, തനിക്ക് കഴിഞ്ഞ മാസം വരെ ഞാൻ സാരി വാങ്ങിച്ചു തന്നെ. അത് ഞാൻ വാങ്ങിയ സാരിയാ. 2 കല്യാണത്തിന് ആ സാരിയാ കൊടുത്തത്. അടുത്ത മാസം രജനിയുടെ മോളെ കല്യാണോ അച്ചായ? എനിക്കൊരു ഷർട്ട് വാങ്ങി തരുന്ന പറയുന്നല്ലോ അച്ചായ. അതെ, നിങ്ങളെ ആണുങ്ങളെ ആര് ശ്രദ്ധിക്കാനാ? ഞങ്ങള് പെണ്ണുങ്ങള് കല്യാണത്തിന് ചെല്ലുമ്പോഴേ സാരിയും ആ ആഭരണത്തും ഒക്കെയാണ് കണ്ണ്. അതറിയാവോ? തനിക്കൊരു സാരി വാങ്ങിച്ചു തരാം പോരെ? വരുമ്പോഴേ ഐസ്ക്രീം മേടിച്ചോണ്ട് വരണേ, ആ ഫാമിലി പാക്കേ. നീ അതിന്റെ പേര് ഒരു തർക്കം വേണ്ട. ഞാനേ കാഫിക്ക് റെഡിയാക്കട്ടെ. അച്ഛൻ വരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛൻ ഇന്ന് ഞങ്ങളുടെ 10ാമത്തെ വിവാഹ വാർഷികമാ. അച്ഛൻ കുർബാന ചെല്ലുമ്പോഴേ ഞങ്ങളെയും കൂടെ ഒന്ന് പ്രാർത്ഥിക്കണേ. തീർച്ചയായിട്ടും. പിന്നെ വൈകിട്ട് അങ്ങോട്ടൊന്ന് ഇറങ്ങണേ, പള്ളിയിലോട്ടൊന്ന് ഇറങ്ങണേ. നിങ്ങൾക്കൊരാവശ്യമുണ്ട്. നിങ്ങളെ ഇങ്ങനെ പരസ്പരം സ്നേഹത്തോടെ കാണുന്നത് തന്നെ ഒരു വലിയ സന്തോഷം. നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. കുടുംബം എന്ന് പറയുന്നതേ ഒരു വാഹനം പോലെ. അതിന് 2 ചക്രങ്ങളുണ്ട്. ഈ 2 ചക്രവും ഒരേപോലെ കറങ്ങിയാലേ ജീവിതം സുഖമായിട്ട് മുമ്പോട്ട് പോകും. അങ്ങനെ പറഞ്ഞു കൊടുക്കച്ചോ. ജീവിതം ഒരു വാഹനമാണെങ്കിലേ ഒരു സ്റ്റെപ്പിന് കൊടുക്കച്ചോ. നല്ല കൊടുക്ക്, നല്ല അടി. ഇങ്ങനൊരു അടി കൊള്ളാത്തന്റെ കുഴപ്പച്ചോ. അച്ഛൻ അറിയാമോ, ഇങ്ങനെ പകല് മദ്യപിക്കുന്ന കൂടാതെ രാത്രി ഉറക്കത്തിലും ഇങ്ങനെ മദ്യപിക്കുന്നുണ്ട്. ശരിയാണോടാ? ഡോക്ടർ പറഞ്ഞിട്ടാണോ? ഡോക്ടർ എന്താ പറഞ്ഞേ? ഉറങ്ങുന്നതിന് മുമ്പ് അല്പം മദ്യം കഴിക്കുന്നതും നല്ലതാണ്. അത് ഞാൻ അനുസരിക്കുന്നുണ്ടല്ലോ. കുറെ കഴിയുമ്പോഴേ ഇടയ്ക്കിടയ്ക്ക് ഉണരും. ഒഴുക മദ്യം കഴിക്കും, അത്രേ ഉള്ളൂ അച്ചോ. ഞാൻ നന്നാവാൻ തീരുമാനിച്ച അച്ചോ. അപ്പോഴാ അച്ഛൻ പള്ളി പ്രസംഗിക്കുന്നത് കേട്ടത്. നല്ലവരെല്ലാം കർത്താവ് നേരത്തെ വിളിക്കുന്നുവെന്ന്. എനിക്ക് കുറച്ച് നാളോട് ജീവിക്കണം അച്ചോ. അതുകൊണ്ട് ഈ നന്നാവാനുള്ള എല്ലാ പരിപാടിയും ഞാൻ ഉപേക്ഷിച്ചു.